ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ മലയാറ്റൂർ കാർണിവൽ പോയതാട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. പുയ്യാപ്പിള സൽക്കാരം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ചട്ടിച്ചോറില്ലേ, അതിനകത്ത് ചോറിന് പകരം നമ്മുടെ ഗീ റൈസും പിന്നെ ഒരു പൊറോട്ടയുണ്ട്, പിന്നെ പപ്പടവും മുട്ടയും ചിക്കനും ബീഫും അങ്ങനെ അച്ചാർ മാങ്ങാച്ചാറും അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് ഒരു ചട്ടിക്കകത്ത് കൊണ്ട് തരുന്നതാണിത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാത്തിനും കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 8:30 ആയപ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് നേരെ മലയാറ്റൂർ പോയിട്ട് അവിടെ പാപ്പാഞ്ഞീനെ കത്തിക്കുന്നതും കണ്ടിട്ട് വരാമെന്നാണ് പ്ലാന്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം പോയപ്പോൾ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കുരിശടിയുടെ ചുറ്റിനും അവിടെ കുറച്ച് പ്ലേ ഗ്രൗണ്ട് സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നാൽ പിന്നെ അവിടെ കയറി കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്ത് റിച്ചുവിന് കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ പോകാമെന്ന്. കുറച്ച് ഏരിയ ഉള്ളായിരുന്നുവെങ്കിലും നല്ല രസമായിട്ടായിരുന്നു അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങനെ അധികം എങ്ങും പോയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയൊക്കെ ആയതുകൊണ്ട് ഇപ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യാനൊന്നും എങ്ങും പോയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് റിച്ചു അവിടെ കുറേ കളിക്കാനൊക്കെ കുറേ ഊഞ്ഞാലും അങ്ങനത്തെ കുറേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി കളിച്ചു. കുരിശടിയും നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ചുറ്റുമുള്ള സ്ഥലമാണ് ഈ ഡെക്കറേഷനൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞങ്ങളൊരു 10 മണിയായെന്ന് തോന്നി ഇവിടെ എത്തിയപ്പോഴത്തേക്ക്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാർ ഐസ്ക്രീമൊക്കെ വിൽക്കാനായിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഐസ്ക്രീമൊന്നും വാങ്ങിച്ചില്ല. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു. ഞങ്ങൾ സാധാരണ മലയാറ്റൂർ പോകുമ്പോൾ കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നു പോകാറ്. ആദ്യമായിട്ടാണ് ഈ 9 മണി കഴിഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഇനിയിപ്പം കയറാൻ പറ്റുമോ, ഭയങ്കര ബ്ലോക്കായിട്ട് ഇനിയിപ്പം എത്താൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും പോയി നോക്കാം. അവിടെ ഭയങ്കര ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാപ്പൊക്കെ ഇട്ട് പോയി ഏതോ ഒരു വഴി എത്തിയപ്പോഴത്തേക്കും അവിടെ പോലീസ് ആ റോഡ് അടച്ചേക്കുവാന്ന് പറഞ്ഞു. പിന്നെ അവർ തന്നെ ഒരു വഴി പറഞ്ഞു തന്നിട്ട് ആ വഴിയിലൂടെയാണ് പോയത്. പിന്നെ മാപ്പൊക്കെ നോക്കിയിട്ട് ഈ മലയാറ്റൂർ നക്ഷത്ര തടാകം കാർണിവലിലെത്തി. അത് ഒരു ശരിക്കും അതിൻ്റെ ഫ്രണ്ടിലല്ല എത്തിയത്, ഒരു ബാക്കിലൂടെ ഉള്ളൊരു വഴിയിലും കണ്ടാണ് എത്തിയത്. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും 11-11:15 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ കൊച്ചിയിലുള്ള ഫോർട്ട് കൊച്ചി കാർണിവലിലൊന്നും ഇതുവരെ പോയിട്ടില്ല. മലയാറ്റൂർ കാർണിവലിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ മലയാറ്റൂരുണ്ടായിരുന്നു. അപ്പോൾ അവർ വഴിയാണ് ഞങ്ങൾ ആദ്യം ഇവിടെ കാണാൻ വന്നത്. അപ്പോൾ അവിടെ കുറേ ഫാമിലീസ് എല്ലാം കുറേ വരുന്നതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നു തുടങ്ങിയത്. എല്ലാ വർഷവും 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഇവിടെ പ്രോഗ്രാം ഉണ്ട്. ഈ കാണുന്നതാണ് നക്ഷത്ര തടാകം. ഈ കാണുന്ന ചിറ മണപ്പാട്ട് ചിറ എന്നാണ് പറയുന്നത്. 110 ഏക്കറുണ്ട്. ഇതിന് ചുറ്റും 10,000-കണക്കിന് നക്ഷത്രങ്ങളാണ് തൂക്കിയിട്ടിരിക്കുന്നത്. മൊത്തത്തിൽ കാണാൻ ശരിക്കും നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. എല്ലാ വർഷവും 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഇവിടെ പ്രോഗ്രാം ഉണ്ട്. പാട്ടും ഡാൻസും DJയും പിന്നെ അല്ലാതെ ഫുഡ് കോർട്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ അമ്യൂസ്മെൻറ്റ് പാർക്ക്, അല്ലാതെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനും അങ്ങനെ കുറേ ഷോപ്സും ഒക്കെ ആയിട്ട് ഈ 5-6 ദിവസത്തേക്ക് അവിടെ അടിപൊളിയാണ്. ഞങ്ങളിപ്പം 11:30 ആയി ഞങ്ങളിങ്ങനെ എത്തിയപ്പോഴത്തേക്കിനും. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. മൈതാനത്താണ് DJയും അതുപോലെ കുട്ടികളുടെ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ നടക്കുന്നത്. പക്ഷെ അങ്ങോട്ട് നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അതിന് മുമ്പ് തന്നെ ഈ പപ്പാഞ്ഞിനെ കത്തിക്കുന്നത് കാണാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളൊരു വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുവാണ്. പിന്നെ എന്തായാലും ഭാഗ്യത്തിന് അവിടെ അടുത്ത് തന്നെ ഒരു ടോയ് കടക്കാരനെ കണ്ടിട്ട് അവന് ഇഷ്ടപ്പെട്ട ഒരു ടോയ് വാങ്ങിച്ചു കൊടുത്തു. കൊച്ചാണെങ്കിൽ നല്ല വഴക്കായിരുന്നു. അവന് പാപ്പാഞ്ഞിയുടെ അടുത്ത് പോകണം, അവിടെ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അവിടെ പാർക്കിലെല്ലാം കയറിയതൊക്കെയായിരുന്നു. അപ്പോൾ അവനവിടെ ടോയ് വാങ്ങിക്കണം, അങ്ങോട്ട് പോകണമെന്ന് നല്ല വഴക്കായിരുന്നു. പക്ഷെ തിരക്ക് കണ്ടിട്ട് ഇപ്രാവശ്യം ഇച്ചിരി തിരക്ക് കൂടുതൽ പോലെ തോന്നി. ഭയങ്കര തിരക്കായിരുന്നു. അപ്പം അത് കണ്ടപ്പം പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോയില്ല. അപ്പം ഈ ഒരു ചിറയുടെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡിലാണ് ഈ മൈതാനവും അവിടെ DJ നടക്കുന്ന സ്റ്റേജും അമ്യൂസ്മെൻറ്റ് പാർക്കും എല്ലാം നടക്കുന്നത്. അപ്പോൾ 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഓടുവാണ് ആ പാപ്പാഞ്ഞിയുടെ അടുത്തെത്താനായിട്ട്. അപ്പം ഞങ്ങളെന്തായാലും ഇവിടെ നിന്ന് തന്നെ കാണാമെന്നാണ് തീരുമാനിച്ചത്. നല്ല അടിപൊളി പാട്ടൊക്കെ ആയതുകൊണ്ട് പാട്ടൊക്കെ കേട്ട് അവിടെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് അടിച്ചു പൊളിച്ചിരുന്നു. പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ഇനി 4 മിനിറ്റേ ഉള്ളൂ, 3 മിനിറ്റേ ഉള്ളൂ എന്നൊക്കെ അവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും റിച്ചു ഇവിടെ വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി തുടങ്ങി.
പകുതി കത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളവിടുന്ന് നടന്നു തുടങ്ങി കാറിൻ്റെ അടുത്തോട്ട്. കാരണം ഫുള്ള് കത്തിത്തീരാൻ നിന്ന് കഴിഞ്ഞാല് അപ്പോഴത്തേക്കിനും ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പം ഞങ്ങള് നടന്നു തുടങ്ങി. പക്ഷേ വിചാരിച്ചതിലും വേഗത്തിലായിരുന്നു തിരക്ക് കൂടിയത്. പെട്ടെന്നായിരുന്നു ഭയങ്കരമായിട്ടങ്ങ് തിരക്കായി. ഞങ്ങള് കാറ് ഇട്ടിരുന്ന സ്ഥലത്തോട്ട് ഒരു കുരിശടി ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മുകളിലോട്ടൊരു റോഡിലായിരുന്നു കാറിട്ടിരുന്നത്. അപ്പം എല്ലാ സൈഡിൽ നിന്നും കൂടെ ആൾക്കാര് വന്നിട്ട് അവിടെ ഭയങ്കര തിരക്കായി. മാത്രമല്ല കുറേ പേര് റോഡിൻ്റെ നടുക്കൊക്കെ കാറ് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം റോഡിലൂടെ ആൾക്കാർക്ക് പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ കാറിൻ്റെയൊക്കെ ഗ്ലാസ്സൊക്കെ ആരോ തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാർക്ക് പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല. വണ്ടിക്കും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ ഭയങ്കര തിരക്ക് കൂടി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഇതുവഴി കാറിനടുത്തോട്ട് ഇപ്പം ഈ തിരക്കിനിടയ്ക്ക് പോകുന്നത് സേഫ്റ്റി അല്ല. കാരണം കൊച്ചിനെയും കൊണ്ട് അത്രയും തിരക്കിനിടയ്ക്കൂടെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞങ്ങള് ആ കുരിശടിയുടെ അടുത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു. ആ തിരക്കിനിടയ്ക്കുന്ന് എങ്ങനെയൊക്കെയോ ആ വീടിനകത്ത് കയറിപ്പറ്റി. അപ്പം അവര് ഭയങ്കര കാര്യമായിരുന്നു. അവര് പിന്നെ നമുക്ക് വെള്ളമൊക്കെ തന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവിടെയും റിച്ചുവിൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു കൊച്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് നേരം തിരക്കൊന്ന് കുറച്ച് കുറയുന്നത് വരെ അവിടെ ഇരുന്നു. ഒരു 1, 1:30 വരെ അവിടെ ഇരുന്നു ഏകദേശം. അത് കഴിഞ്ഞ് തിരക്കൊന്ന് ഒതുങ്ങിയിട്ടാണ് ഞങ്ങള് പിന്നെ വണ്ടിയുടെ അടുത്തോട്ട് പോയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കാർണിവൽ കാണാൻ പോയ വിശേഷങ്ങള്.